ഹായ്, ഞാനിപ്പോൾ ഹൈദരാബാദിൽ ചാർമിനാറിൻ്റെ അടുത്താണുള്ളത്. ആ ചാർമിനാർ നിങ്ങൾക്ക് ഇതാ ബാക്കിൽ കാണാം. ഇതിന് ചാർമിനാറിന് പേര് വരാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് 4 മിനാർ. 4 നമുക്ക് ഇന്ത്യയിൽ അറിയാം, ചാർ എന്നാണ് പറയുക. അപ്പോൾ ചാർ മിനാർ, 4 മിനാർ, അതാണ് അതിൻ്റെ മീനിങ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ചിലർക്കൊക്കെ അറിയാൻ മതി. പിന്നെ ഇതാണ് സിംബൽ ഓഫ് തെലുങ്കാന, അങ്ങനെയാണ് ചാർമിനാറിന് അറിയപ്പെടുന്നത്. ഏകദേശം 1591 പണി ഏൽപ്പിച്ചാണ്, 400 സംതിങ് വർഷങ്ങളായി. ഹൈദരാബാദിൽ അത്യാവശ്യം ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ ചാർമിനാർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ തിരക്കും ഒരു ഭംഗിയാണ്. പിന്നെ കുറേ എന്താ പറയുക, മാർക്കറ്റുകളും ഹോട്ടലുകളും അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളും മാർക്കറ്റും സ്ട്രീറ്റും എല്ലാം നമുക്ക് കാണാം. ഈ ഏരിയ ഒന്ന് കാണാം. നിങ്ങൾക്ക് അതിൻ്റെ നടുക്കൊരു ക്ലോക്ക് കാണാൻ പറ്റും. അതിപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണ്. അങ്ങനത്തെ 4 സൈഡിലും ഉണ്ട് 4 ക്ലോക്ക്. ഏകദേശം 4 സൈഡും സെയിം ആർക്കിടെക്ചറുമാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം അറിയാൻ പറ്റും. ഈ വീഡിയോയിൽ അങ്ങനെ തോന്നൂല ഇതിൻ്റെ വലിപ്പം. ഈ സൈഡിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ്. ഈ കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് ഇപ്പോഴും. ഏകദേശം ഒരു 400 വർഷത്തിന് ശേഷം. ഇതാണ് ഇവിടെ ഒരു ഓവറോൾ മാർക്കറ്റ്. ഫുൾ കണ്ണട, വള, മാല, ബാഗ്, ചെരുപ്പ്, അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ടാവും. ബാർഗെയിൻ ചെയ്താൽ നല്ല രീതിയിൽ പൈസ കുറഞ്ഞു കിട്ടും. ചാർമിനാറിൻ്റെ നേരെ താഴെ ഞാൻ നിങ്ങൾക്കൊരു കഫേ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നിമ്ര. നിമ്ര എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം അടിപൊളിയായിട്ട് ഇറാനി ചായ കിട്ടുന്ന സ്ഥലമാണ്. ചാർമിനാറിൻ്റെ അടുത്ത് തന്നെ. പിന്നെ ഇവിടുത്തെ കുറേ ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള ഒസ്മാനിയ ബിസ്ക്കറ്റ്, ഐ മീൻ സാൾട്ട് ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും. അതും ഇറാനി ചായ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചാർമിനാറൊക്കെ എത്ര കണ്ടാലും മടുക്കില്ല, നല്ല രസം. അങ്ങനെ ഇവിടുത്തെ സ്ട്രീറ്റും ഇതൊക്കെ. പിന്നെ ഈ ചാർമിനാറിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ പിന്നെ 2 ലൊക്കേഷനും കൂടെ വരും. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മക്ക മസ്ജിദ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു 1 കിലോമീറ്റർ അപ്പുറം ഒരു ചൗമാല പാലസ്, അത് 100 റുപ്പീസ് അങ്ങനെ അങ്ങോട്ട് കയറാൻ വേണ്ടി. അത് ഇവിടുത്തെ പണ്ടത്തെ ഒരു പാലസാണ്. അപ്പോൾ അത് ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ ഇതാണ് ഈ 3 എണ്ണമാണ് ഇവിടുത്തെ പിന്നെ പണ്ട് മുതലേ ഉള്ള 3 എന്താ പറയുക, ഒരു കെട്ടിടം എന്നൊക്കെ പറയാം. ഈ ചാർമിനാർ, മക്ക മസ്ജിദ്, മറ്റേ ചൗമാല പാലസ്. അവിടുത്തെ ഹൈദരാബാദത്തെ പഴയ ഫോട്ടോ എടുത്ത് നോക്കിയാൽ ഈ 3 എണ്ണമൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ് ചാർമിനാർ ബേക്കറി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. പിന്നെ നമ്മളെ പോക്കറ്റൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കാം. എപ്പോഴാണ് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഇന്ത്യയിൽ എവിടെ മാർക്കറ്റ് കയറിയാലും ഇതന്നെ അവസ്ഥ. അപ്പോൾ കരുതുക. ഇതാണ് മക്ക മസ്ജിദ്. ഇതൊക്കെ ഇപ്പോൾ ഓപ്പണാണ്. പിന്നെ നിസ്കരിക്കാനും അതിനൊക്കെ ഓപ്പണാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. അത്യാവശ്യം നല്ല സൈസിലുള്ള മാർക്കറ്റ് തന്നെ. പിന്നെ നമ്മളെ സാധനത്തിനൊക്കെ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അതിൽ ബാർഗെയിൻ ചെയ്താൽ അതിലും കുറയുകയും ചെയ്യും. അതേപോലെ ചാർമിനാറിൻ്റെ അടുത്ത് തന്നെ വേറൊരു ജ്യൂസ് സെൻ്ററാണിത്, മിലൻ ജ്യൂസ് സെൻ്റർ എന്ന് പറയും. ഇവിടുത്തെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ഷഹദൂദ് മലായി. അങ്ങനെ മലായിസ് കുറേ വരും. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ. നമ്മളിപ്പോൾ കഴിക്കണമൊന്നുമില്ല, ജസ്റ്റ് കാണിച്ചു തരാണ്. ഇതിൽ ഷഹദൂദ് മലായി നമ്മളെ മൾബറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റ്. ഇത് മക്ക മസ്ജിദിലേക്ക് കയറുന്ന എൻട്രിയാണ്. പിന്നെ ഇവിടെ ഇഷായിന് ശേഷം, അഥവാ ഒരു 8 മണിക്ക് ശേഷം ഇത് ക്ലോസ് ചെയ്യും രാത്രി. പിന്നെ ഇവിടെ വൻ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കടത്തി വിടുള്ളൂ. നമ്മൾ മക്ക മസ്ജിദിൻ്റെ അടുത്തെത്തി. നമ്മൾ ഗേറ്റ് വഴി ഉള്ളിൽ കയറി. പിന്നെ ഇവിടെ പ്രാവിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് മറ്റേ ഗോതമ്പോ അരിയോ അതൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുക. ഇതൊക്കെ ചാർമിനാർ ഇതാ അവിടെ, മക്ക മസ്ജിദ് ഇവിടെ ഏകദേശം അടുത്തടുത്ത് തന്നെ. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞ ചൗമാല പാലസ്. അതിപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ 3 സ്ഥലം കൂടി ഒരു ദിവസം തന്നെ കവർ ചെയ്യാൻ പറ്റും. ഈ മക്ക മസ്ജിദാണ് ഈ ഹൈദരാബാദിൽ തന്നെ അത്യാവശ്യം വലിയ മസ്ജിദ്. പിന്നെ ഏകദേശം ഒരു 10,000 പേർക്കൊക്കെ ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുന്നവർ പറയുന്നു. പിന്നെന്താ വെച്ചാൽ ചാർമിനാർ ഉണ്ടാക്കി ഏകദേശം 100 വർഷത്തിന് ശേഷമാണ് ഈ മക്ക മസ്ജിദ് പണി പൂർത്തിയാക്കിയത്. പിന്നെ ഏകദേശം ആ സമയത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, അറിയില്ല. പിന്നെ അത് 1591, ഇത് 1693. അങ്ങനെയാണ് നെറ്റിൽ നോക്കിയപ്പോൾ ഇയർ കാണാൻ പറ്റി.
ഞാൻ 3 വർഷത്തിന് മുന്നേ ഹൈദരാബാദ് ഈ ചാർമിനാറിൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെ അന്നൊന്നും ഇത്ര തിരക്കില്ല, അന്നൊക്കെ നല്ല വൃത്തിക്ക് ഇങ്ങനെ കാണാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ ചാർമിനാറിൻ്റെ അടിയിലൊക്കെ ഫുള്ള് മാർക്കറ്റുകളാണ്. പിന്നെ ഓരോരുത്തർ ഈ ഉള്ളുവണ്ടി അതൊക്കെ കൊണ്ട് വെച്ചിട്ട് കച്ചവടം ചെയ്യാം. പിന്നെ അത് നല്ല വൃത്തിക്ക് എല്ലാം കാണാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ റഷ് കൂടി വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. പിന്നെന്താ വെച്ചാൽ കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ, ഫാസ്റ്റ് ഫുഡൊക്കെ ആയിട്ട്. പക്ഷെ ഒന്ന് നമുക്ക് കഴിക്കാൻ പേടിയാണ്. കാരണം ഈ ഹൈദരാബാദീസ് ഭയങ്കര സ്പൈസി സ്പെഷ്യലിസ്റ്റാണ്. കാരണം ഇവർ നല്ല രീതിയിൽ സ്പൈസി കഴിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പിടിച്ചോളണമെന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ ഹൈദരാബാദിൽ ഇനി ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാർമിനാറിൻ്റെ അടുത്ത് തന്നെയുള്ള മക്ക മസ്ജിദ്, ചൗമല്ല പാലസ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കാണും. പിന്നെ ഞാനിപ്പോൾ ഇത് മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്, ചാർമിനാർ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഹൈദരാബാദ് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ടിടാം. അങ്ങനെ ചാർമിനാറിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഏതെങ്കിലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.